സെയിൽ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാറുള്ള കൂട്ടത്തിൽപ്പെട്ടതാണ് കേട്ടോ ഈ ഒരു മാൽപ്പുരി. മാൽപ്പുവ എന്നും ചിലർ പറയുന്നുണ്ട്. ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ദാ ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് പഞ്ചസാരയും ഇതിലോട്ട് 3 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ എല്ലാം നേരെ പകുതി എടുത്താൽ മതി. അതുപോലെ ഒരു 4 ഏലക്കയും കൂടെ ചേർത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അല്ലാത്ത ഒരു നൂൽ പരുവം അങ്ങനെ ആവണമെന്നൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പൊ ദാ തിളച്ചിട്ടുണ്ട്. ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇതാ വേറൊരു പാത്രത്തിലോട്ട് 3 കപ്പ് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 3 കപ്പ് മൈദക്ക് ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി കലക്കിയതോ അല്ലെങ്കിൽ കുങ്കുമപ്പൂവ് കലക്കിയതോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. മഞ്ഞ കളർ വേണമല്ലോ. പിന്നെ ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് കുറച്ച് ചേർത്തിട്ട് ആദ്യം ഇത് നന്നായിട്ട് ഇതൊന്ന് കലക്കിയെടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ വേണം കലക്കിയെടുക്കാനായിട്ട്. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതാ ബാക്കിയുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് ചെറിയൊരു ചൂടുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പഞ്ചസാര പാനി കംപ്ലീറ്റ് ചൂടാറണമെന്നില്ല, എന്നാലും നല്ലോണം ചൂട് ചേർത്ത് കൊടുക്കണ്ട. അപ്പം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലോട്ട് കറുത്ത കരിഞ്ജീരകം ഉണ്ടല്ലോ, അതും ഒരിച്ചിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതാണ് ഇതിൻ്റെ ഒരു പരുവ കേട്ടോ. നല്ല പാകത്തിനുള്ള പരുവാണ്. ഞാൻ പറഞ്ഞ അളവിൽ തന്നെ മൈദക്ക് എടുക്കുമ്പോൾ വടിച്ചിട്ടെടുക്കുക. നമ്മൾ വെള്ളം എങ്ങനെയാണ് എടുക്കുന്നത് അതേപോലെ പഞ്ചസാരയും മൈദയും ഒക്കെ എടുത്താൽ മതി. ഇതിപ്പോൾ ദാ ഇനി അരമണിക്കൂറോളം നമ്മൾ മൂടി വെച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇതിപ്പോൾ അരമണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിന്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ സെയിം പരുവ തന്നെയാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ. വേണമെങ്കിൽ മാത്രം നോക്കിയിട്ട് 1-2 സ്പൂണ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. 1-2 ടീസ്പൂണ്. ഇതിലോട്ട് ഇനി വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു പരുവ തന്നെയാണ്. ഇനി നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ആദ്യം ഉണ്ടാക്കുമ്പോൾ എന്തായാലും അതങ്ങനെ ശരിയായി കിട്ടണമെന്നില്ല. നമുക്ക് എണ്ണയുടെ ചൂടും എല്ലാം ഒന്ന് കറക്റ്റായ ശേഷം ഒരു 2 എണ്ണമൊക്കെ ഉണ്ടാക്കിയ ശേഷം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടെ ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല ശരിക്കും ആ ഒരു മാൽപ്പൊരി, ആ ഒരു മാൽപ്പുവ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേപോലെ തന്നെയാണ്. ടേസ്റ്റ് ആണെങ്കിൽ അതിനേക്കാളും ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ. എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മാൽപ്പൊരി. അപ്പോൾ 1-2 എണ്ണമൊക്കെ ഉണ്ടാക്കിയ ശേഷം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ആദ്യം തന്നെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് ശരിയായില്ല എന്ന് വെച്ചിട്ട് വെള്ളം കൂടുതൽ ചേർക്കാനോ ഒന്നും പോകരുത്. ഫ്ലെയിം കുറച്ചിട്ടും മീഡിയം ഫ്ലെയിമിലൊക്കെ ആക്കിയിട്ടൊക്കെ ചുട്ടെടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കും.